ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാ ദിവസത്തെയും പോലെ ഇന്ന് ഒരു ചായ കുടിച്ച് നമുക്ക് തുടങ്ങാം. സത്യം പറഞ്ഞാൽ എനിക്ക് ചായ ഇന്നും കുടിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നില്ല. പക്ഷെ രാവിലെ ഇങ്ങനെ എല്ലാ ദിവസവും ചായ ഇട്ട് കൊടുത്ത് എല്ലാ ദിവസവും അതൊരു ശീലമായി മാറി. ഇപ്പൊ ഞാൻ പതുക്കെ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ഞായറാഴ്ച മാത്രമേ ഞാൻ ഈ ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കാറുള്ളൂ കേട്ടോ. ബട്ട് ഐ റിയലി റിയലി ലവ് ടീ. വല്ലപ്പോഴും കോഫി കുടിക്കാറുള്ളൂ, വല്ലപ്പോഴേ മാച്ചയും കുടിക്കാറുള്ളൂ. പക്ഷെ ചായ എന്ന് പറഞ്ഞൊരു വികാരമാണ്. ഒരു ചായയൊക്കെ കുടിച്ച് ഉഷാറോടുകൂടെ എന്റെ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ പതുക്കെ കടന്നു. ഇന്ന് എന്താ ഇപ്പൊ വ്ളോഗ് ചെയ്യുക, പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുവാണ്. ബട്ട് സംടൈംസ് ഓവർ തിങ്കിങ് കിൽസ് എവറിത്തിങ് എന്ന് പറയാറില്ലേ. അപ്പൊ പിന്നെ ഞാൻ കൂടുതലൊന്നും ആലോചിക്കാനൊന്നും പോയില്ല. ഞങ്ങൾ പതുക്കെ അങ്ങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു Hello കേട്ടോ. everybody, welcome back to my YouTube channel. Our new day, new vlog. ഇന്നൊരു സാറ്റർഡേ. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി സ്ലോ ഡേ. ഇന്നത്തെ കാലാവസ്ഥ വളരെ ക്ലൗഡി ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. തണ്ടർ സ്റ്റോം വാർണിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ വി ഡിസൈഡഡ് ടു സ്പെൻഡ് ദ ഡേ അറ്റ് ഹോം. യൂഷ്വൽ റുട്ടീൻസ് ഒക്കെ ഉണ്ട് നമുക്ക്. ക്ലീനിങ്ങും വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ അറിയാലോ, ക്ലീനിങ്ങും മീൽ പ്രപ്പ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഗോയിങ് ടു ബി സാധാരണ പുറത്തൊക്കെ പോകും. ബട്ട് ഇന്ന് അങ്ങനെ പോകാനുള്ളൊരു മൈൻഡില്ല. കാലാവസ്ഥയും വലിയ സുഖമുള്ള കാലാവസ്ഥയല്ല. ബട്ട് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലും ഷോർട്സിലും ഒക്കെ പറഞ്ഞ പോലെ ഇപ്പോൾ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വീക്കെൻഡ് ആണെങ്കിലും പുറത്ത് പോകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഞാൻ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കഴിഞ്ഞ് കുളിച്ചൊന്ന് റെഡിയാവും. പുതിയ ഡ്രസ്സിടും, കുറച്ച് മേക്കപ്പ് ഒന്ന് ചെയ്യും, കണ്ണെഴുതി പൊട്ടൊക്കെ വയ്ക്കും, പിന്നെ മുടിയൊക്കെ കെട്ട് കുറച്ച് ജ്വല്ലറി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിടും. എന്നിട്ട് I'll start my day. I'll get ready for myself. That makes me feel better, like really good. ചെറിയ എഫേർട്ട് നമ്മുടെ ലൈഫിൽ ചെറിയ കാര്യങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഐ ഫീൽ മോർ വെരി പ്രൊഡക്റ്റീവ്. അല്ലെങ്കിൽ എന്തോ ഒരു നല്ലൊരു ഫീലിംഗ് ആണ്. സോ ഐ റിയലി റെക്കമെൻഡ് യു ടു ഡു ദാറ്റ്. ജസ്റ്റ് ഗിവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ലവ് ടു യുവർ സെൽഫ് ടു. സോ ഇന്നത്തെ ദിവസം I don't know how the day goes, but anyway, I'm gonna vlog the whole day. Okay? വീക്കെൻഡ്സ് ഇപ്പോഴത്തെയും പോലെ കുറച്ച് കാര്യത്തിലധികം കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് പീരീഡ്സ് ആയപ്പോൾ അടുക്കളയിലേക്ക് വലിയൊരു ശ്രദ്ധ കൊടുക്കാൻ പറ്റിയില്ല. സോ ഐ ഹാഡ് സോ മെനി ഡിഷസ് ടു ഡു. അപ്പൊ കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. I bought a new non-stick pan. I don't know. ലൈഫിൽ എപ്പോഴാണ് ഞാൻ പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ എൻ്റെ അമ്മയെ പോലെ എക്സൈറ്റഡ് ആയി തുടങ്ങിയെന്ന് അറിയില്ല. സോ അടുക്കള എപ്പോഴും വൃത്തിയാക്കിയിരിക്കുന്നത് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. രാവിലെ അടുക്കളയിൽ കയറുന്ന സമയത്ത് ഭയങ്കര മുഷിഞ്ഞൊരു അടുക്കളയിൽ നിൽക്കുന്നത് വലിയ അതുപോലൊരു മടി എനിക്ക് വേറെ ഒന്നുമില്ല. സോ എല്ലാ ദിവസവും രാത്രി തന്നെ എല്ലാം ഞാൻ ഒതുക്കി പെറുക്കാറുണ്ട്. ബട്ട് ഇന്നലെ അത് പറ്റിയില്ല. ഈ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നതിന്റെ ഇടയിൽ എന്റെ കയ്യിൽ നിന്ന് ഒരു ചില്ല് ഗ്ലാസ് പൊട്ടിയായിരുന്നു. അത് പെറുക്കുന്നതാ ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ആ പിന്നെ ഒരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ വേണ്ടി വരും. എല്ലാ വീക്കെൻഡ്സും ഞാൻ ചെയ്യാറുണ്ട്. ബട്ട് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും അവസാനിക്കുമ്പോഴൊക്കെ ഒന്ന് കുക്ക് ചെയ്ത ദിവസമാണ് പ്രത്യേകിച്ച് കുക്ക് ചെയ്ത ഭാഗം മാത്രം ഒന്ന് അടിക്കാറുണ്ട്, ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് അധികം എപ്പോഴും ഭയങ്കരമായിട്ട് വീക്കെൻഡ്സിൽ ലോഡ് വരാറില്ല. പിന്നെ വീക്കെൻഡ്സിലാണ് ഈ ചെടികൾക്കൊക്കെ വാട്ടറിങ് ഒക്കെ കാര്യമായിട്ടൊക്കെ നോക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എനിക്ക് ഗാർഡനിങ്ങിൽ വലിയൊരു കൈപ്പുണ്യം ഇല്ല. പക്ഷെ ഐ എം റിയലി ഹോപ്പ്ഫുള്ളി ഫിംഗേഴ്സ് ക്രോസ്ഡ് ഇത്തവണെങ്കിലും ഈ ചെടികളൊന്നും മരിക്കാതെ ഞാൻ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ സ്പേസ് ക്ലീൻ ആയിരിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ സ്പേസിലുള്ള വെളിച്ചം, അതുപോലെ നല്ലൊരു സ്മെല്ല് ഒക്കെ കൊണ്ടുവരുന്ന ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. സോ എപ്പോഴൊക്കെ എനിക്ക് ഇനിയിപ്പം ഭയങ്കര ഒരു മടി പിടിച്ചൊരു ദിവസമാണ്, അല്ലെങ്കിൽ ഒട്ടും ഒന്നും ചെയ്യാൻ തോന്നാത്ത ഒരു അൺമോട്ടിവേറ്റഡ് ഡേ ആണെങ്കിൽ കൂടിയും ഞാൻ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു മെഴുകുതിരി കത്തിച്ച് വെക്കുക, ഒരു സെന്റഡ് ക്യാൻഡിൽ കത്തിക്കുക, അതുപോലെ എന്തെങ്കിലും ഒരു ഇൻസെൻസ് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വേറെ കാര്യങ്ങളൊന്നും ബോധേഡ് അല്ലാതെ ഞാൻ എൻ്റെ പരിപാടികളിലും എൻ്റെ പണികളിലേക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഞാൻ ചെയ്യാറുള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. സോ യുവർ സ്പേസ് ഷുഡ് ബി ലുക്ക് ക്ലീൻ, സ്മെൽസ് ഗുഡ്, അതുപോലെ നല്ല വെളിച്ചമുള്ള ഒരു സ്പേസ് ആയിരിക്കണം. അതൊക്കെയാണ് എൻ്റെ ഒരു ഒരു നിർബന്ധമുള്ള കാര്യം. പിന്നെ എൻ്റെ അടിമക്കണ്ണുണ്ട് ഇവിടെ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എയർ റോബോ വാങ്ങിച്ചത് വലിയൊരു
ഉപകാരമാണ്. വീക്കെൻഡ്സിൽ പൊതുവേ ഞാനൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട്. നല്ല രീതിയിൽ ഒന്ന് അടിച്ചു വിടുകയും ഒന്ന് മോപ്പ് ചെയ്യുകയും ചെയ്യാറുണ്ട്. പിന്നെ വീക്ക്ലി ഒരു 1 2 വട്ടം മാത്രം അടുക്കള ഭാഗം മാത്രം ഒന്ന് സ്വീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വീക്കിലി തന്നെ ആയിരിക്കും കാര്യമായിട്ട് ലോണ്ട്രി നമ്മൾ ചെയ്യുന്നത്. കാരണം സാറ്റർഡേ സൺഡേ അതുപോലെ പബ്ലിക് ഹോളിഡേയ്സ് ദിവസങ്ങളിലാണ് കാനഡയിലുള്ള ഇലക്ട്രിസിറ്റിയുടെ കൺസ്യൂമർ റേറ്റ് വളരെ കുറവ്. അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങളിലായിരിക്കും കൂടുതൽ ഈ ഇലക്ട്രിസിറ്റി ഉപയോഗം പോലുള്ള പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ച ഒരു നെയ്ച്ചോറും ചിക്കനും ഉണ്ടായിരുന്നു കേട്ടോ. തക്കുവാണ് ഉണ്ടാക്കിയത്. സോറി, നെയ്ച്ചോറും പോർക്ക് കറിയായിരുന്നു. അതാണ് ഇന്ന് ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്. എന്റെ കണക്കൂട്ടുകൾ ഇന്ന് തെറ്റിപ്പോയായിരുന്നു. രാവിലെ തന്നെ ഞാൻ പയർ കറിക്കൊക്കെ ഉണ്ടാക്കി, ബട്ട് അതിനുള്ള ഒരു പുട്ടുപൊടി നമ്മൾ കഴിഞ്ഞു പോയി. അപ്പോഴാ ഓർത്തത് എന്തായാലും ഇന്ത്യൻ ഗ്രോസറി ചെയ്യണം എന്ന്. ഞങ്ങളുടെ ടൗണിലൊന്നും ഇന്ത്യൻ ഗ്രോസറി സ്ഥലമൊന്നും ഇല്ല. സോ വി ഹാവ് ടു ആക്ച്വലി ട്രാവൽ ഒരു 30-40 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് ഒരു കടയുള്ളത്. ബട്ട് അത് കേരള ഗ്രോസറി അല്ല, അതൊരു ഇന്ത്യൻ ഗ്രോസറി ആണ്. അപ്പൊ അങ്ങോട്ട് പോണം. അതിനു മുമ്പായിട്ട് എൻ്റെ ഒരു ചെറിയൊരു മീൽ പ്ലാനിങ്ങും ഗ്രോസറി ലിസ്റ്റും ഒക്കെ ഞാൻ എഴുതി ഉണ്ടാക്കിയായിരുന്നു. ചില സമയത്ത് നമ്മൾ പോകുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ എടുത്തു പോകാൻ വിട്ടു പോകാറുണ്ട്. അത് വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ ആ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി. ഇന്നാണെങ്കിൽ പതിലും കൂടുതൽ ഇന്ന് റൂട്ടിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. കാരണം ഇന്ന് ശനിയാഴ്ച, ചൊവ്വാഴ്ച ഇവിടെ കാനഡ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അടുപ്പിച്ച ഹോളിഡേയ്സ് വരുമ്പോൾ ആളുകൾ തിങ്കളാഴ്ച കൂടെ ലീവ് എടുക്കും. അങ്ങനെ 4 ദിവസം ഒരുമിച്ച് അവരിങ്ങനെ വെക്കേഷനോ വല്ല ഫാമിലിയോ ഒക്കെ ആയിട്ട്, ഫാമിലി ഗ്യാതറിങ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിലിങ്ങനെ ചില്ല് ചെയ്യാറും പുറത്തൊക്കെ ഇറങ്ങാറും ഒക്കെ ഉള്ള ഒരു സമയമാണ്. അതുകൊണ്ട് റോട്ടിൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയിട്ട് ഇന്ത്യൻ ഗ്രോസറി ചെയ്തു. നമ്മളുടെ പ്രോഡക്റ്റ് ഒന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ അതിനുശേഷം പോയത് നമുക്കൊരു SD കാർഡ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പൊ സ്റ്റേപ്പിൾസിൽ പോയി SD കാർഡ് വാങ്ങിച്ചു. ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ഗ്രോസറിയിൽ കയറിയപ്പോൾ നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന ബ്രാൻഡുകളുടെ ഒന്നും പ്രൊഡക്റ്റ് ഒന്നും കിട്ടിയില്ല. മെയിനായിട്ട് പുട്ടുപൊടിയും കിട്ടിയില്ല. ഇനി എന്ത് ചെയ്യുന്ന അറിയില്ല. ഇനി അടുത്ത് എപ്പോഴെങ്കിലും ദൂരെ പോകുന്ന സമയത്ത് നമുക്ക് വാങ്ങിക്കാന്ന് വിചാരിച്ചു. പിന്നെ നേരെ നമ്മൾ നമ്മുടെ ടൗണിലേക്ക് തന്നെ എത്തി. നമ്മുടെ റെഗുലർ ഗ്രോസറീസ് ചെയ്യാനുണ്ടായിരുന്നു. ഒരുപാട് ഇപ്പോൾ നമ്മൾ അങ്ങനെ റെഡ് മീറ്റ് അധികം കഴിക്കുന്നില്ല. കൂടുതൽ സീ ഫുഡാണ് ഇപ്പോൾ കൂടുതൽ കഴിക്കുന്നത്. എല്ലാ ദിവസവും മീനുണ്ടാവും, അല്ലെങ്കിൽ കൊഞ്ചോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഇവിടെ വന്ന് ഫുഡ് ബേസിക്സിലാണ് കൂടുതലായിട്ട് നമുക്ക് സീ ഫുഡ് ഐറ്റംസ് കിട്ടാറ്. അപ്പൊ ഇവിടെ വന്ന് അതൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ ഫാർമേഴ്സ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. തക്ക ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ചുമ്മാ കയറിയതാണ്. ബട്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം ഗൈസ്. അവരെല്ലാം കെട്ടിപ്പറക്കി എടുത്തുകൊണ്ട് പോവുകയാണ്. അവിടെ മുതലാണ് ഇന്നത്തെ ദിവസത്തെ എന്റെ ശനിദശ തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അങ്ങോട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് പോകുന്ന വീഡിയോയിൽ ഞാൻ പലതായിട്ട് പറഞ്ഞുതരാം. ഞാൻ കൊണ്ടുപോയത് ഫാർമേഴ്സ് മാർക്കറ്റ് കാണാമെന്ന് പറഞ്ഞു കൊണ്ടുപോയപ്പോഴത്തേക്ക് അത് ക്ലോസ്ഡ് ആയിപ്പോയി. അവർ എല്ലാം പെട്ടിയൊക്കെ പിറക്കി കൊണ്ടുപോകുമായിരുന്നു. പിന്നെ വീട്ടിലേക്ക് ചെന്നെത്തി കഴിഞ്ഞാൽ എപ്പോഴത്തെയും പോലെ എല്ലാ സാധനങ്ങളും ഒന്ന് കൊണ്ടുവന്ന സാധനങ്ങൾക്ക് അടുക്കി പെറുക്കി വെച്ചില്ലെങ്കിൽ അപ്പോഴും ഒരു സമാധാനക്കേടാണ്. പിന്നെ വയ്യെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ അതെടുത്ത് ചെയ്യും. പിന്നെ എനിക്കിന്ന് പിരീഡ്സിന്റെ ഒരു ചെറിയൊരു അൺകംഫർട്ടബിൾ ആയിട്ട് ഇടയിലിടയിൽ ഒരു ചെറിയൊരു പെയിന് വന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ലഞ്ച് ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കാന്നാ വിചാരിച്ചേ. ബട്ട് രാഹുൽ വേണ്ട, ഒരു പിസ്സ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. സോ അപ്പൊ ഞാൻ ഈ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ചതിന് ശേഷം പതുക്കെ ആ പരിപാടിയിലേക്കും കിടക്കാന്ന് വിചാരിച്ചു. എല്ലാ സാധനങ്ങളും വയ്ക്കാനും അതിൻ്റെതായ ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മാത്രമല്ല, രാഹുലും എന്നെ പോലെ തന്നെ അടുക്കള കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് എല്ലാ സാധനങ്ങളും എടുത്ത സ്ഥലത്ത് തന്നെ എടുത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് രണ്ടുപേർക്ക് നമുക്ക് കിച്ചൺ ഉപയോഗിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളൊരു പിസ്സ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇടയിലൊക്കെ നമ്മളൊരു ഒരു ഇതുപോലെ ഒരു ചിൽ ഈവനിങ് സമയത്തൊക്കെ നമ്മൾ പിസ്സ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. നമുക്ക് രണ്ടുപേർക്ക് ഇഷ്ടമാണ്. ഇന്ന് എനിക്ക് കഴിക്കാൻ വലിയ മൈൻഡൊന്നും ഇല്ല. ഭക്ഷണം കഴിക്കാൻ വലിയൊരു ഒരു സുഖം തോന്നുന്നില്ല. പക്ഷെ അതിനൊന്നും ഒരു കുറവില്ല മധുരം കഴിക്കുന്നതിന്. ഈ ഡോണറ്റും ടിംബിറ്റ്സും ഒന്നും എന്റെ മുമ്പിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും തോന്നില്ല. പക്ഷെ അതേസമയം ഈ ലഡുവും ജിലേബിയും ഉണ്ടല്ലോ, ഞാൻ എന്നെ തന്നെ മറന്ന് ഞാൻ അങ്ങ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്കും ഒരു 10-15 മിനിറ്റിനകത്ത് ഓവനകത്ത് വെച്ച പിസ്സ ആയി. ഞാൻ രാവിലെ കൊടുത്തു. വീണ്ടും ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ജിലേബി എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. മുഖത്തെ ആ സന്തോഷവും ഒരു ഗിൽറ്റി ഫേസും ഒക്കെയാണ് നിങ്ങൾ കാണുന്നത്. വാസ് സോ യം ഗൈസ്. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ലഡുവും ജിലേബിയും ഒക്കെ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കൊതിയാണ്.
പിന്നെ അതിനുശേഷം നമ്മൾ ഡൗൺ ടൗണിലേക്ക് ഇറങ്ങി. ആ, വേറെ ഒന്നുമല്ല, നമ്മൾ ടൗണിന് കുറച്ച് അപ്പുറത്തായിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്, ജോസ്. ജോസ് നാട്ടിൽ പോവാൻ വന്നതിന് ശേഷം തക്കുവിനൊരു പെർഫ്യൂം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തക്കു ആവശ്യപ്പെട്ട പോലത്തെ ഒരു പെർഫ്യൂം. അപ്പൊ അത് കൊണ്ടുവന്നു. അപ്പൊ വീട്ടിലിരുന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തോട്ട് തന്നെ ഇറങ്ങി. നമ്മൾ ഈ അടുത്തായിട്ട്, ഈ കുറച്ച് ദിവസം മുമ്പായിട്ട് നമ്മൾ ഡ്രോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ പറത്തി കളിക്കുകയായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലുള്ള ഫർണിച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ ഗാരേജ് സെയിലിലും അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഒക്കെയാണ് വാങ്ങിച്ചെങ്കിലും, പക്ഷെ നമ്മള് വാങ്ങിക്കുന്ന ഗാഡ്ജറ്റ്സിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. ബിക്കോസ് ഞങ്ങൾ രണ്ടുപേർക്കും ഈ ഈ കാര്യങ്ങളോട്, ഗാഡ്ജറ്റ്സിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഭയങ്കര താല്പര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കും. പിന്നെ ഒറ്റ മൈൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങള് ജോസിനെയും കൂടെ കൂട്ടി നമ്മൾ ട്രയലിലോട്ട് നടക്കാൻ പോയി. നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ വീടിന് ചുറ്റുമൊക്കെ ഒരുപാട് വാട്ടർഫോൾസും ലേക്സും ഒക്കെ ഉണ്ട്. എനിക്ക് ഇപ്പോഴും ഒരു അത്ഭുതമാണ്, ഒരു ഫാസിനേഷൻ ആണ്. എന്തൊക്കെയോ ഒരു കഷ്ടത്തിലൂടെയൊക്കെ കടന്നുപോയി. ബട്ട് ലൈഫില് നമ്മളെ കാത്തിരുന്നത് വേറൊരു സർപ്രൈസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലൊരു ഒരു ബ്യൂട്ടിഫുൾ ആയ ഒരു സ്ഥലത്തിലാണ് ഞാൻ ഇപ്പൊ താമസിക്കുന്നത്. സോ നേച്ചർ വാസ് ആക്ച്വലി ഹീലിംഗ്. ഒരുപാട് വിഷമങ്ങളും ഒരുപാട് സങ്കടങ്ങളും ഒക്കെ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് മാറി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നയഗ്ര ഫാൾസിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ജോലി, പഠിത്തം ഒക്കെ ആയിട്ട് മൈൻഡ് എപ്പോഴും ഭയങ്കര ബിസി ആയിരുന്നു, അല്ലെങ്കിൽ കുറെയൊക്കെ സ്ട്രെസ്ഡ് ആയിരുന്നു. ബട്ട് ഇവിടെ വന്നതിന് ശേഷം ലൈഫിൽ ഒരു പീസ് എന്താണെന്ന് ഞാൻ അറിഞ്ഞു, ലൈഫിൽ ഒരു കാംനെസ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. ആക്ച്വലി നേച്ചർ വാസ് സോ ഹീലിംഗ്. എന്തോ നമ്മളൊന്ന് പ്ലാൻ ചെയ്യും, മുകളിലിരിക്കുന്ന ഒരാള് വേറെ ഒന്ന് പ്ലാൻ ചെയ്യാന്ന് പറയില്ലേ. നമ്മളെ കൊണ്ടെത്തിച്ചത് ഇവിടെ ഇതുപോലൊരു അതിമനോഹരമായ ഒരു സ്ഥലത്തായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഈ കാണുന്ന കാടും മലയൊക്കെ കയറി ഇറങ്ങി നടന്നു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി. ആദ്യം തായ് ഒരു ട്രക്കിൽ പോയി, അവിടെ അവർ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഈ മെക്സിക്കൻ റെസ്റ്റോറന്റിൽ വന്നു, അവിടെ അവർ ക്ലോസ് ചെയ്യാണെന്ന് പറഞ്ഞു. ഇതൊക്കെ എന്റെ പ്ലാൻ ആയിരുന്നു കേട്ടോ. അപ്പൊ രാവിലെ തുടങ്ങിയതാണ് എന്റെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. എവിടെ ചെല്ലുന്നു അവിടൊക്കെ റിജക്ഷൻ ആയിരുന്നു. ഇവന്മാര് രണ്ടുപേരും ഇന്നെ അവിടെ ഇരുന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് കൊല്ലുമായിരുന്നു. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത് ഒരുപാട് സമയം എടുത്ത് നോക്കി, മെനു ഒക്കെ പഠിച്ച് മനപ്പാടമാക്കിയിട്ട് ഞാൻ അവരോടൊരു സാധനം പറഞ്ഞു, ഒരു ഫ്രഞ്ച് റിബ് ഡിപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് അവര്, ഓ സോറി ഗേൾ, അൺഫോർച്ചുനേറ്റ്ലി അത് കഴിഞ്ഞു പോയെന്നായി. അപ്പോഴത്തേക്ക് അടുത്ത് ഇവന്മാരിരുന്ന് ഒരേ ചിരിയായിരുന്നു. അപ്പോഴത്തേക്കും വീണ്ടും ഞാൻ നോക്കിയിട്ട് ഒരു ടാക്കോസ് ആണ് പറഞ്ഞത്. ഒക്കെ ആണെങ്കിൽ ഒരു റിബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവര് ഓർഡർ ഒക്കെ എടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ശേഷം കഴിഞ്ഞിട്ട് അവരോട് വന്ന് പറഞ്ഞു, സോറി അത് കഴിഞ്ഞു പോയത്. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇരുന്ന് പറയാം, നിന്നെ പോലെ ഒരു ദുരന്തത്തിനോട് ജീവിക്കാൻ തുടങ്ങിയ ശേഷം ഞാൻ എങ്ങനെ രക്ഷപ്പെടാനാണെന്ന്. മൊത്തം കോമഡി ആയിരുന്നു. രാവിലെ മുതലേ തുടങ്ങിയ ഒരു റോസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഈ രണ്ട് സാധനം ഞാൻ വാങ്ങിച്ചു. സൂപ്പ് അടിപൊളിയായിരുന്നു. ടാക്കോസും ഒരു ആവറേജ് ആണ്. പിന്നെ ഇവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ അറിയാലോ, വലിയ രീതിയിൽ വയറ് ഫില്ലിംഗ് ഒന്നും ആവില്ല, ബട്ട് നൈസ്. ബട്ട് ഭയങ്കര ഒരു എക്സ്പെൻസീവ് ഒരു റെസ്റ്റോറന്റ് ആയിരുന്നു. കൊടുത്ത പൈസക്കുള്ള ഒരു ഫുഡ് അത്രയും കൊള്ളാവോന്ന് ചോദിച്ചാൽ സംശയമാണ്. ബട്ട് ആ ഒരു ആംബിയൻസ് ഒക്കെ ഇരുന്ന് കഴിച്ചു. എല്ലാവരും കൂടെ ഒരു ഗ്യാതറിംഗ് വൺസ് ഇൻ എ വൈൽ വാസ് ആക്ച്വലി ഫൺ. ചില സമയങ്ങൾ എങ്ങനെയാണല്ലേ, നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു ദിവസവും നല്ല രീതിയിൽ കഴിഞ്ഞു പോകും. അങ്ങനെ ഇന്നത്തെ ദിവസവും അങ്ങനെ ഒരു അടിപൊളിയായ ദിവസമായിരുന്നു. എന്തായാലും ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് വീഡിയോ ഗൈസ്. ഐ ഹാഡ് ഫൺ. ഐ ഹോപ്പ് യു ഹാഡ് ഫൺ ടു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് ഫോർ ഓൾ ദ സപ്പോർട്ട്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.